ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. എന്താ അതുപോലെ നമ്മുടെ കുളിനാന വിളക്കത്തിയിൽ ഇതെല്ലാം കഴിഞ്ഞു. ഇനി അടുക്കളയിൽ പണി ഇഷ്ടം പോലെ കിടക്കും. നമ്മുടെ ചോറ് പകുതി വേവായി, അത് രാവിലെ അടപ്പത്തിട്ടു. ഇനി കറികളൊക്കെ ചെയ്യണം. ഇന്ന് മുറ്റത്ത് കുറച്ച് പണിയുടെ പുറയിൽ അങ്ങനെ അങ്ങ് പോയി. നേരത്തെ അല്ല ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓർമ്മയിൽ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇനി നമുക്ക് കറികളൊക്കെ വെക്കണം, പൊതിച്ചോറ് കൊണ്ടുപോകാനുള്ള എല്ലാം ശരിയാക്കണം. ചോറ് മാത്രമേ ആയിട്ടുള്ളൂ, വെന്തില്ല, വേകാറായി. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൂട്ടുകാർ? വിശേഷങ്ങളൊക്കെ പറയൂ, കമൻ്റ് ഇടണം കേട്ടോ. പിന്നെന്താണ്, ഇതെൻ്റെ മൂത്ത മരുമോളുടെ ഉടുപ്പാണ്. അവൾ കഴിഞ്ഞതിലെ കൈ കൊണ്ടിട്ടിട്ട് കൊണ്ടുപോയില്ല. അപ്പം ഞാനിന്ന് എനിക്കെന്തോ കണ്ടപ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ട്, കരിനീല കളറ്. അപ്പം ഞാനതെടുത്തങ്ങ് ഇട്ടു. പിന്നെ വേറെ എന്താണ്, വേറെ ഒന്നുമില്ല. ജോലി ചെയ്യട്ടെ, ജോലി ഇഷ്ടം പോലെ കിടക്കുന്നു. കറി വെക്കണം, മീനുണ്ട്, മങ്കട മീനാണ് ഇന്ന്. അപ്പോൾ അത് കറി വെക്കണം, സാമ്പാർ വെക്കണം, വേറെ എന്തെങ്കിലുമൊക്കെ ശരിയാക്കണം. പൊതിച്ചോറ് കൊണ്ടുപോകണ്ടേ കേട്ടോ. നമ്മുടെ മീൻകറി അടപ്പയിൽ വെച്ച് തിളച്ചില്ല, തിളയ്ക്കുന്നു. അരപ്പ് തിളച്ചിട്ടാണല്ലോ നമ്മൾ മീൻ കഷ്ണം പറക്കിയിട്ടത്. പിന്നെ നമുക്ക് ഒരു തോരനുള്ളതെല്ലാം അരിഞ്ഞ് അടപ്പത്തോട്ട് വെച്ചു. പിന്നെ പയർ പുഴുങ്ങി വെച്ചു തോരനകത്തിടാനുള്ളത്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നു. ഇനി അതിന് അരപ്പ് വരട്ടണം. പിന്നെ നമുക്ക് തീയലിനുള്ളതെല്ലാം അവിടെ കഷ്ണിച്ച് വെച്ചിരിക്കുന്നു, അതിന് ശരിയാക്കി എടുക്കണം. ഇത്രയൊക്കെ ആക്കി ഇനി ബാക്കിയെല്ലാം എളുപ്പത്തിൽ നിന്ന് ശരിയാക്കണം. ചോറ് വെന്ത് അവിടെ അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് പൊതിച്ചോറ് കൊണ്ടുവരാനുള്ള ചോറ് വെന്തു. പുളിശ്ശേരി, സാമ്പാർ, പിന്നെ മീൻകറി നമ്മൾ ഇച്ചിരി ഏറെ ചാറ് വെച്ചിട്ട് എടുക്കുന്നത്, കാരണം അതിന് ചാറ് ഏറെ വേണം കേട്ടോ, അതുകൊണ്ട്. പിന്നെ ഒരു പയർ മെഴുക്ക് പുരട്ടി, പിന്നെ ഞാനൊരു വാഴക്കയും പയറും എല്ലാം ഇട്ടൊരു പുരട്ട് പോലെ ഉണ്ടാക്കി. പിന്നെ തീയൽ, പിന്നെ തേങ്ങാ ചമ്മന്തി, അച്ചാർ. അപ്പോൾ അങ്ങനെ നമ്മൾ പൊതിയും കൊണ്ട് റോഡിൽ പോയി. ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഇപ്പോൾ വെയിലായി തുടങ്ങി കേട്ടോ. എന്നാലും പൊതിയൊക്കെ കച്ചവടം പോയി തിരിച്ച് പിന്നെ പോരുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് കാര്യം പറഞ്ഞേ, ഒന്ന് കാര്യം പറയൂ. ഹായ്, ഒന്നും കൂടെ ഹായ്, ടാറ്റാ ടാറ്റാ. അങ്ങനെ ഉരുട്ടി ഓടിക്കോടി. അയ്യോ, എന്ത് പറയുന്നേ? നമ്മൾ ഇവിടെ കുറച്ച് പോച്ച ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഞാനും മോളും കൂടെ കൂടി ഒക്കെ പിച്ചി പറിച്ചു, തൂത്തുവാരി ഇവിടെ വരെ. പിന്നെ ഇവിടെ ഇങ്ങനെ വലിയ പോച്ച കുറച്ച് നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെ ഉള്ള കുറച്ച് പോച്ചകളും വലിയ കാടും ഒക്കെ അങ്ങ് പറിച്ചല്ലാണ്ട് അവിടെ ഇട്ടിട്ട് തീ ഇട്ടു. പിന്നെ അപ്പുറത്ത് നമ്മൾ കുറച്ച് കൊണ്ട് തീ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ കിടന്ന് ഉണങ്ങിക്കിടന്ന വിറവും പുത്തും പൊടിയൊക്കെ. പിന്നെ നമ്മുടെ കൃഷിക്കാത്തിലൊക്കെ കാടൊക്കെ പറിച്ചു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൂട്ടുകാരെ, കാരണം ജോലി ചെയ്ത് പോയ കൂട്ടത്തിൽ അങ്ങ് പോയി, ഫോണിൻ്റെ കാര്യമേ മറന്നു. അതുകൊണ്ടൊന്നും വീഡിയോ എടുപ്പ് നടന്നില്ല. നമ്മുടെ ചീരയിലെ കണ്ടോ, മഴ പെയ്തതിൻ്റെ ആയിരിക്കും ഇങ്ങനെ പുള്ളിയായി. അങ്ങനെ ഇനി അപ്പം കുളിക്കണം, വിളക്ക് വെക്കണം. നമ്മൾ വൈകിട്ടത്തെ അത്താഴത്തിന് അരി അടപ്പത്തിട്ടു. രാവിലെ വെച്ച ചോറ് തീർന്നു, അപ്പോൾ അത് ഇനി വൈകിട്ട് തന്നെ നമുക്ക് ചോറ് വെക്കണം. കുറച്ച് മാങ്ങ പറിക്കണം, അതങ്ങനെ മാങ്ങ പറിക്കാൻ കൊച്ചു ഏണി കൊണ്ടുവച്ചതാണ്. പിന്നെ ഇവിടെ ചക്കമ്മയുടെ അമ്മ ഇവിടെ എല്ലാം തൂത്തുവാരി. അവൻ മേളിൽ കയറിയപ്പം കമ്പൊടിച്ച് ചവിട്ടി തട്ടിച്ചാൽ ഈ പൊടി കിടക്കുന്നത്. അങ്ങനെ അവിടെ എല്ലാം പിന്നെ അവൾ തൂത്തുവാരി ഇട്ടു, കുഞ്ഞിനെ വണ്ടിയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട്. അതുകൊണ്ട് അങ്ങനെ അവിടെ അത്ര ഇടം അങ്ങ് ഒതുങ്ങി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് തൂക്കാനുണ്ട്, അതിന് നാളെ ആവട്ടെ. കുറച്ച് മടലൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് കൊട്ടിപ്പറക്കണം. കൊട്ടിപ്പറക്കിയിട്ട് വേണം അവിടെ കൂടെ വൃത്തിയാക്കാൻ. പിന്നെ ഇന്നലെ നമ്മുടെ ഏട്ടനാണെങ്കിൽ കുറച്ചിട കാടൊക്കെ ഇന്നലെ ചെത്തിയായിരുന്നേ. ഇതുണ്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കണ്ടോ, അവിടെ അത്ര ഇടം കാടൊക്കെ ചെത്തി. അപ്പം ഞാൻ അതിൻ്റെ പോച്ചയെല്ലാം വാരിയിട്ട് അപ്പുറത്ത് കൊണ്ടിട്ടാണ് കത്തിച്ച്. അപ്പം ഇന്നലെ അത് വാരിയില്ല, എല്ലാം കൂട്ടി ഇട്ടതേ ഉള്ളായിരുന്നു ചെത്തി. ഇന്ന് പിന്നെ ഞാനതെല്ലാം വാരി. പിന്നെ ചാക്കിനകത്തിരിക്കുന്നതൊക്കെ കരിയിലയാണ് കേട്ടോ, കരിയില ഇങ്ങനെ ചാക്കിനകത്ത് വാരി വെച്ചിരിക്കുക. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇടാമെന്ന് വെച്ചിട്ട് ഈ മാവിൻ്റെ കരിയിലയൊക്കെ ഒത്തിരി പൊഴിഞ്ഞില്ലേ ആ സമയത്ത്. അപ്പം അങ്ങനെ അത് അത്ര ഇടാം വൃത്തിയാക്കിയിട്ടു.
മഴക്കോളുണ്ട്. കുറച്ചേറെ വിറവ് അതിൽ നിന്ന് മാങ്കമ്പെല്ലാം കുറച്ചേറെ ഒടിച്ച് പറക്കി നമ്മുടെ പാദത്തിൻ്റെ കീഴിൽ കൊണ്ട് വെച്ചു. ഇനി പാദത്തിൻ്റെ കീഴിൽ കുറച്ച് വിറവുണ്ടായിരുന്നു, അതെല്ലാം വാരി ഇങ്ങോട്ട് മാറ്റി ഇട്ടേക്കുന്നു. അതെല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ട് തൂത്ത് വാരിയിട്ടാണ് അവിടെ വിറവ് അതിൻ്റെ കീഴിലോട്ട് പാദത്തിൻ്റെ കീഴിലോട്ട് ആക്കിയത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വാരിയിട്ടതെല്ലാം കൂടെ കൊട്ടിപ്പറക്കി മാറ്റണം. അങ്ങനെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് മക്കൾ 3 പേരും വന്നു. ഏട്ടന് നേരത്തെ വന്നു കേട്ടോ. ഏട്ടനൊരു 6 മണിയൊക്കെ 5:45 6 മണിയൊക്കെ ആയപ്പോഴത്തേന് വന്നു. പിന്നെ ഇങ്ങനെ ചുറ്റിയലിന് പിടിയൊക്കെ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഫോൺ വഴി തന്നെ ഒരു ചെറിയൊരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചായിരുന്നു. അപ്പം എനിക്കത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ എന്തോ ഒരു മടി, ഒന്നും പറ്റുന്നില്ല. പിന്നെ ഞാനതിപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമായിരുന്നു. നമുക്കതിനെക്കുറിച്ചൊന്നും അങ്ങനെ വലിയ അറിവില്ല, അതുകൊണ്ടായിരിക്കാം. പിന്നെ കുറച്ച് ഇന്നത്തേക്കുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് കഷ്ണിച്ച് പെറുക്കി വെക്കാമെന്ന് വെച്ച് സാമ്പാറിനും അവിയലും തോരനും ഒക്കെ ഉള്ളത് അതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് പെറുക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഏട്ടൻ പിന്നെ വീഡിയോ ഒക്കെ പിടിച്ച് തന്നു. അരിഞ്ഞ് പെറുക്കി വെച്ചിരുന്ന അത്രയും രാവിലെ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയെല്ലാം ഒന്ന് അരിഞ്ഞ് പെറുക്കി വെച്ചു. ഞാൻ നോക്കിയപ്പോൾ ചക്കിമോളിവിടെ ഭയങ്കര ഫോൺ വിളിയിലാണ് കേട്ടോ. ഹലോ വല്ലവരും വായി കൊണ്ട് വെച്ച് കൊടുക്കാൻ അപ്പുറത്ത് ഓടി.